Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. ഓറ ഹോം സെന്റർ. ഓറ ഓരോ വീടിനും. Zia Gold and Diamonds, the purest bond. Opposite SBI Main Road, Trikkaripur. ഗ്ലാസ് പാലസ്, MM റോഡ്, പിലാത്തറ. അന്നും ഇന്നും എന്നും. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. LDFന് ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പാകുമിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തി. LDFന് ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പാകുമിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ പ്രതിലോമ ശക്തികളും ഒന്നിച്ച് ഇടത് സർക്കാരിനെ നേരിടുകയാണ്. അതിനുവേണ്ട എല്ലാ ഒത്താശകളും കേന്ദ്ര ഏജൻസികൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇടതുമുന്നണിയെ ക്ഷീണിപ്പിക്കുവാനും ഉലയ്ക്കുവാനുമാകില്ല. വോട്ടെണ്ണുമ്പോൾ ആരാണ് ഉലഞ്ഞതെന്നറിയാം. ലീഗിന്റെ അടിത്തറ തകരുമെന്നും പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തി. LDFന് ചരിത്ര വിജയം സമ്മാനിക്കുന്ന തിരഞ്ഞെടുപ്പാകും ഇതെന്ന് മുഖ്യമന്ത്രി. എല്ലാ പ്രതിലോമ ശക്തികളും ഒന്നിച്ച് ഇടതു സർക്കാരിനെ നേരിടുകയാണ്. അതിനുവേണ്ട എല്ലാ ഒത്താശകളും കേന്ദ്ര ഏജൻസികൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇടതുമുന്നണിയെ ക്ഷീണിപ്പിക്കാനും ഉലയ്ക്കാനുമാകില്ല. വോട്ടെണ്ണുമ്പോൾ ആരാണ് ഉലഞ്ഞതെന്ന് അറിയാം. ലീഗിന്റെ അടിത്തറ തകരുമെന്നും പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. ചരിത്ര വിജയം സമ്മാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. എല്ലാ പ്രതിലോമ ശക്തികളും ഒന്നിച്ച് ഏകോപിച്ച് ഞങ്ങളെ നേരിടാൻ തയ്യാറെടുക്കുകയും അതിനാവശ്യമായ എല്ലാ ഒത്താശകളും കേന്ദ്ര ഏജൻസികൾ ചെയ്തു കൊടുക്കുകയും ചെയ്തതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞങ്ങളെ ഒന്ന് ചെറിയ തോതിൽ ക്ഷീണിപ്പിക്കാമെന്നും ഒന്നുലക്കാമെന്നുമായിരുന്നു. പക്ഷേ 16-ാം തീയതി വോട്ട് എണ്ണുമ്പോൾ മനസ്സിലാകും ആരാണ് ഒലഞ്ഞത്, ആരാണ് ക്ഷീണിച്ചത് എന്ന്. വേറെയൊന്നും വിളിച്ചു പറയാൻ ഇല്ലാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് കോവിഡ് ചികിത്സ സൗജന്യമായുള്ളത്. അങ്ങനെയുള്ള സംസ്ഥാനത്ത് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനും സൗജന്യമായിരിക്കും. മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി പറയുക മാത്രമാണ് ചെയ്തത്. അതിൽ പെരുമാറ്റച്ചട്ട ലംഘനമില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇവിടെ ഞങ്ങൾ തുടർച്ചയായി ഇതേവരെ സൗജന്യ ചികിത്സയാണ് നടത്തി വരുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് പ്രതിരോധ നടപടിയും. അതിന് ഒരു കാശും ഇവിടെ ഈടാക്കില്ല എന്നാണ് പറഞ്ഞത്. അതിലൊരു പെരുമാറ്റച്ചട്ട ലംഘനവും ഇല്ല. ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണത്. നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. ഒരു പെരുമാറ്റച്ചട്ടവും ഞാൻ ലംഘിച്ചിട്ടില്ല. തുറമുഖ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മതിദാനം രേഖപ്പെടുത്തി. രാവിലെ 8:45 ചെറുവിച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നും മന്ത്രി നെറ്റ്വർക്ക് ചാനലിനോട് പ്രതികരിച്ചു. പാർട്ടി പ്രവർത്തകരോടൊപ്പം നാട്ടുകാരോടും കുശലാന്വേഷണങ്ങൾ നടത്തി വരിയിൽ നിന്നാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മതിദാനം രേഖപ്പെടുത്താനെത്തിയത്. സംസ്ഥാനത്തുടനീളം ഇടതുമുന്നണിക്ക് അനുകൂലമായ തരംഗമാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും വോട്ടായി മാറുമെന്നും എല്ലാ ജനങ്ങളും ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ കൈപ്പറ്റിയവരാണെന്നും മന്ത്രി പ്രതികരിച്ചു. പിന്നെ ഇവിടെ ഞങ്ങളുടെ സ്വന്തം നാടാണിത്. നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും ശക്തമായ പിന്തുണ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു ഗ്രാമമാണ് ഗ്രാമപഞ്ചായത്ത്. മനസ്സിലല്ലേ? പിന്നെ ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം കാണാൻ കഴിയുന്ന ഒരു സവിശേഷത
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു തരംഗമാണ് എല്ലായിടങ്ങളിലും. അതിന് അടിസ്ഥാനപരമായ കാരണം ഈ സംസ്ഥാന ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 4 വർഷക്കാലം നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതിയും തന്നെയാണ്. അത് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു കുടുംബം. ഈ സംസ്ഥാന ഗവൺമെൻറ്, ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ ഗവൺമെൻറ് കഴിഞ്ഞ 4 വർഷക്കാലം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു സഹായസ്പർശം അത് എത്തിച്ചേരാത്തൊരു വീടും കേരളത്തിൽ. ഇത്തവണ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും LDF അധികാരത്തിലെത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. തദ്ദേശ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ. കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ ഇടതുപക്ഷം വിജയിക്കുമെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു. ചെറുതാഴം സൗത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിലെ സമഗ്ര വികസനത്തിനോടൊപ്പം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ നേട്ടം കേരളത്തിന് എന്നും അഭിമാനിക്കാനാകുന്നതാണെന്നും ജില്ലാ കോർപ്പറേഷനിലെ ഭരണം LDF തിരിച്ചുപിടിക്കുമെന്നും PK ശ്രീമതി പറഞ്ഞു. വളരെ ഏറെ ആവേശത്തോടുകൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ സ്വീകാര്യത എല്ലാ ജില്ലയിലുമുണ്ട്. കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചുണ്ട് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ വയനാട് ജില്ലയിലായിരുന്നു. വയനാട് ജില്ലയിലെ 10-ാം തീയതിത്തെ അനുഭവം വെച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം മുൻപ് 2015 നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ എത്രയോ വലിയ മുന്നേറ്റം LDFന് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അത് കണ്ണൂർ ജില്ലയിലുണ്ട്. നമ്മുടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ നമ്മുടെ 3 സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിന് അതല്ല, 10-ാം വാർഡിൽ എന്താ പറയുന്നത്, 10-ാം വാർഡിലെ ജയം എന്ന് പറയുന്നത് വലിയ മുന്നേറ്റമായിരിക്കും. അത് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഭർത്താവ് ഇടത്തിൽ ദാമോദരൻ മാഷും മകൻ സുധീറിനുമൊപ്പമാണ് ശ്രീമതി ടീച്ചർ വോട്ട് ചെയ്യാൻ എത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അവസാനഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വടക്കൻ ജില്ലകളായ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 6 മണിയോടെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ മോക്ക് പോളിംഗ് നടത്തി വോട്ടിംഗ് മെഷീനുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നു. രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയാണ് പോളിംഗ് സ്റ്റേഷനുകളിലുള്ളത്. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 ജില്ലകളിലെ 354 തദ്ദേശ സ്ഥാപനങ്ങളിലെ 6867 വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 10,842 പോളിംഗ് ബൂത്തുകളാണ് 3-ാം ഘട്ടത്തിലേക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. കോവിഡ് സാഹചര്യത്തിൽ കനത്ത സുരക്ഷാ മാനദണ്ഡങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1105 പ്രശ്നബാധിത പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് ദിനത്തിലേക്കായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള 1-ഉം 2-ഉം ഘട്ട വോട്ടെടുപ്പുകളിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ സുരക്ഷയൊരുക്കുന്നതിന് 20,603 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പ്രശ്നബാധിതമായി കണക്കാക്കിയിട്ടുള്ള 2,911 ബൂത്തുകളിൽ പ്രത്യേക പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 16-നാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. TV രാജേഷ് MLA ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. 7-ാം വാർഡിൽ 2-ാം നമ്പർ ബൂത്തിലാണ് സമ്മതിദാനം രേഖപ്പെടുത്തിയത്. UDF കേന്ദ്രങ്ങളിൽ ഇത്തവണ അട്ടിമറി വിജയം നേടുമെന്നും TV രാജേഷ് MLA പ്രതികരിച്ചു. രാവിലെ 7:30 തന്നെ MLA TV രാജേഷ് വോട്ട് രേഖപ്പെടുത്താൻ 7-ാം വാർഡിലെ 2-ാം നമ്പർ ബൂത്തിലെത്തിയിരുന്നു. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2015-നേക്കാൾ മികച്ച വിജയം LDF കൈവരിക്കും. സർക്കാരിനെതിരെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചവർക്കുള്ള തിരിച്ചടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്നും കല്യാശ്ശേരിയിലെ വികസന പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്നും UDF കേന്ദ്രങ്ങളിൽ ഇത്തവണ അട്ടിമറി വിജയം നേടുമെന്നും TV രാജേഷ് MLA പ്രതികരിച്ചു. ഇത്തവണത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2015-നേക്കാൾ മികച്ച വിജയം LDF കൈവരിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അങ്ങേയറ്റം അടിസ്ഥാനരഹിതമായ വസ്തുതാവിരുദ്ധമായ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് വലിയൊരു തിരിച്ചടിയായി മാറും ഈ തെരഞ്ഞെടുപ്പ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്നിട്ടുള്ളത്. അതിനുള്ള ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്.
കണ്ണൂർ ജില്ലയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് LDF വലിയ മുന്നേറ്റം നടത്തും. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലും ഗവൺമെൻറ് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് UDF കേന്ദ്രങ്ങളിൽ ഇത്തവണ LDF അട്ടിമറി വിജയം നേടും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. രാവിലെ 8 മണിയോടെ തന്നെ ശ്രീകൃഷ്ണൻ MLAയും വോട്ട് രേഖപ്പെടുത്തി. സർക്കാരിന്റെ ഭരണമികവിന്റെയും കേരളത്തിലെ വികസനത്തിന്റെയും കരുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും പയ്യന്നൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഉജ്ജ്വല വിജയം നേടുമെന്നും ശ്രീകൃഷ്ണൻ MLA പ്രതികരിച്ചു. സർക്കാരിന്റെ ഭരണമികവിന്റെയും കേരളത്തിലെ വികസനത്തിന്റെയും കരുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും പയ്യന്നൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഉജ്ജ്വല വിജയം നേടുമെന്നും ശ്രീകൃഷ്ണൻ MLA പ്രതികരിച്ചു. ഈ തെരഞ്ഞെടുപ്പ് ഭരണ മികവും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വികസനവും സാമൂഹിക ഐക്യവുമെല്ലാം കാണിച്ചുകൊണ്ട് കൂടുതൽ കരുത്ത് നേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പയ്യന്നൂർ നഗരസഭയിലും പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റെല്ലാ പഞ്ചായത്തുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ വിജയം നേടും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയിലെ 44 വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് രാവിലെ 7 മണിയോടെ തന്നെ ആരംഭിച്ചു. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ 59,507 വോട്ടർമാരാണുള്ളത്. പ്രശ്നബാധിത ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനവും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. കണിയേരി 1710, കിഴക്കുംപാട് 1322, വെള്ളൂർ ഈസ്റ്റ് 1293, ഏച്ചിലാംവയൽ 1573, കണ്ടോത്ത് 1493, കോറോം നോർത്ത് 1000, കോറോം സെൻട്രൽ 1121, കോറോം സൗത്ത് 1139, മുതിയലം 1172, കാനായി നോർത്ത് 1185, മണിയറ 1234, കാനായി സൗത്ത് 1206, പരവന്തട്ട 1267, കൊക്കോട്ട് 1036, ചിറ്റാരിക്കോവൽ 1376, പെരുമ്പ 1475, ഹോസ്പിറ്റൽ 1292, കൊക്കാനിശ്ശേരി 1177, ടൗൺ വാർഡ് 1053, മാവിച്ചേരി 1252, കണ്ടങ്ങാളി നോർത്ത് 1119, കണ്ടങ്ങാളി സൗത്ത് 1187, പുഞ്ചക്കാട് 1287, കൊറ്റി 1145, മമ്പലം 1530, പടോളി 1158, ടെമ്പിൾ വാർഡ് 1254, ഗ്രാമം ഈസ്റ്റ് 1203, ഗ്രാമം വെസ്റ്റ് 1550, കേളോത്ത് സൗത്ത് 1170, കേളോത്ത് നോർത്ത് 1418, കൗവായി 2464, തായ്നേരി വെസ്റ്റ് 1396, തായ്നേരി ഈസ്റ്റ് 1328, മുച്ചിലോട്ട് വാർഡ് 1090, അന്നൂർ സൗത്ത് 838, അന്നൂർ ഈസ്റ്റ് 1266, അന്നൂർ കിഴക്കേക്കോവൽ 798, ശാന്തിഗ്രാം 1166, കാര 1166, അന്നൂർ വെസ്റ്റ് 1302, കാറമേൽ വെസ്റ്റ് 775, കാറമേൽ ഈസ്റ്റ് 1281, വെള്ളൂർ വെസ്റ്റ് 1932 എന്നിങ്ങനെ പയ്യന്നൂർ നഗരസഭയിൽ 44 വാർഡുകളിലായി 59,507 വോട്ടർമാരാണുള്ളത്. 27,185 പുരുഷന്മാരും 31,872 സ്ത്രീകളുമാണുള്ളത്. പതിവ് രീതികൾക്കുമപ്പുറം ചില മുൻകരുതലുകളും പ്രായോഗിക നടപടികളുമായാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് വിതരണ കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥർക്കായി ഹെൽപ്പ് ഡെസ്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി പോൾ മാനേജരെയും 2 ജീവനക്കാരെയും കേന്ദ്രത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സംശയ ദൂരീകരണത്തിന് ഇത് ഉപകാരപ്രദമാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ നടപടികളാണ് ഇത്തരത്തിലുള്ള ഹെൽപ്പ് ഡെസ്കുകൾ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ ഡിവിഷനുകളിലായി 1,38,531 വോട്ടർമാരാണ് ഇത്തവണ സമ്മതിദാന അവകാശം നിർവഹിക്കുക. കഴിഞ്ഞ തവണ 13 ഡിവിഷനിൽ 10 നേടിയെടുത്താണ് LDF അധികാരത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സെൻസിറ്റീവ് ആൻഡ് ഹൈ സെൻസിറ്റീവ് മേഖലയായ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധയിടങ്ങളിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി. 400ഓളം പോലീസ് സേനാംഗങ്ങൾക്കാണ് ഇവിടങ്ങളിലെ സുരക്ഷാ ചുമതല.
പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന പയ്യന്നൂർ നഗരസഭ, രാമന്തളി, കുഞ്ഞിമംഗലം, കരിവെള്ളൂർ, പെരളം പഞ്ചായത്തുകളിൽ 90ഓളം സെൻസിറ്റീവ് ബൂത്തുകളും 15ഓളം ഹൈ സെൻസിറ്റീവ് ബൂത്തുകളുമാണുള്ളത്. ഇവിടങ്ങളിൽ സായുധ പോലീസ് അടക്കം കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആലപ്പുഴ, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ നിന്നായി 300 പേരടക്കം 400ഓളം പോലീസുകാരാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. സ്റ്റേഷൻ പരിധിയിലെ 7 വില്ലേജുകളിലായി ഈ സേനയെ ഞായറാഴ്ച മുതൽ വിന്യസിച്ചു കഴിഞ്ഞിരുന്നു. പാലക്കാട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി സന്തോഷ് കുമാറിനാണ് ഇവിടങ്ങളിലെ ക്രമസമാധാന പാലന ചുമതല. ഇതിനൊപ്പം പയ്യന്നൂർ സിഐ MC പ്രമോദ്, SI-മാരായ പി ബാബുമോൻ, ശരണ്യ എന്നിവർ ഉൾപ്പെടെ 15 ഓഫീസർമാരും ചുമതലയിലുണ്ട്. പെരളം, കരിവെള്ളൂർ, കോറോം, രാമന്തളി, കുഞ്ഞിമംഗലം, വെള്ളൂർ വില്ലേജുകളിൽ ഓരോ ഗ്രൂപ്പും, പയ്യന്നൂർ വില്ലേജിൽ 2 ഗ്രൂപ്പും ഉൾപ്പെടെ 8 ഗ്രൂപ്പ് പട്രോളിംഗും 2 മിന്നൽ പട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം CI-യുടെയും SI-യുടെയും നേതൃത്വത്തിൽ പ്രത്യേക സേനയും ADGP-യുടെയും DYSP-യുടെയും സൈറ്റ് ട്രക്കിംഗ് ഫോഴ്സും മേഖലയിൽ റൌണ്ട് ചുറ്റും. കണ്ണൂർ ജില്ലയിലാകെ 14,000-ലേറെ പോലീസ് സേനാംഗങ്ങൾക്കാണ് തെരഞ്ഞെടുപ്പ് സുരക്ഷാ ചുമതല. ഇതിനൊപ്പം 4,000-ഓളം ആരോഗ്യ വകുപ്പ് ജീവനക്കാരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാണ്. കോവിഡ് പെരുമാറ്റച്ചട്ടം അനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പായതിനാൽ ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മലയോര മേഖലയായ പെരിങ്ങോം വൈക്കര, ചെറുപുഴ, ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ ജനങ്ങൾ സമ്മതിദാനം നിർവഹിക്കുന്നതിനായി പോളിംഗ് ബൂത്തുകളിൽ എത്തി തുടങ്ങി. രാവിലെ 7 മണിയോടത്ത് കൂടി തന്നെ വോട്ടിംഗ് ആരംഭിച്ചിരുന്നു. സംസ്ഥാനം തന്നെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈസ്റ്റ് എളേരി പഞ്ചായത്തിലുള്ളത്. ചെറുപുഴ പഞ്ചായത്തിൽ ആകെയുള്ള 16 വാർഡുകളിൽ 26,844 വോട്ടർമാരാണുള്ളത്. 58 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. മിക്കവാറും എല്ലാ വാർഡുകളിലും തന്നെ LDF, UDF നേരിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. ചില വാർഡുകളിൽ BJP സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട്. ചെറുപുഴ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്ത് കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയായും, പുളിങ്ങോം വാർഡിൽ കോൺഗ്രസിന്റെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി കളത്തിലും റിബലായി മത്സരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന് നൽകിയ ഏക വാർഡായ പുളിങ്ങോത്താണ് കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥി ഉള്ളത് എന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ കേരളം ഒന്നടങ്കം വീക്ഷിക്കുന്ന പഞ്ചായത്താണ് ഈസ്റ്റ് എളേരി പഞ്ചായത്ത്. ആകെ 16 വാർഡുകളിലായി 21,287 വോട്ടർമാരും 48 സ്ഥാനാർത്ഥികളുമാണുള്ളത്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ശേഷം സ്വന്തം മുന്നണിയുണ്ടാക്കി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഭരണം നടത്തിവന്ന ജെയിംസ് പന്തമാക്കലിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ വികസന മുന്നണിയും നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ കോൺഗ്രസുമാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത്. CPM 3 സ്വന്തം ചിഹ്നത്തിലും മറ്റൊരിടത്ത് സ്വതന്ത്ര ചിഹ്നത്തിലും മത്സരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പ്രമുഖ സ്ഥാനാർത്ഥിക്കെല്ലാം തന്നെ അതേ പേരുള്ള അപരന്മാർ സ്ഥാനാർത്ഥിയായി ഉണ്ട് എന്നതാണ്. CPM-ന്റെ കുത്തകയായ പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽ 16 വാർഡുകളാണുള്ളത്. വോട്ടർമാരുടെ എണ്ണമാകട്ടെ 22,075-ഉം 48ഓളം സ്ഥാനാർത്ഥികളുമുണ്ട്. മിക്കവാറും എല്ലാ വാർഡുകളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത്. പുതുമുഖങ്ങളെയും യുവാക്കളെയും അണിനിരത്തിയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാൽ തങ്ങൾക്ക് സാധാരണയുള്ളതിൽ നിന്ന് പരമാവധി അധികം സീറ്റുകൾ നേടാനുള്ള ശ്രമത്തിലാണ് UDF. പെരിങ്ങോം പഞ്ചായത്തിൽ തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് BJP. ഏതൊക്കെയായാലും 3 പഞ്ചായത്തുകളിലും 3 കക്ഷികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലും വിജയപ്രതീക്ഷയിലുമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ഇത്തവണ ശക്തമായ മത്സരമാണ് കാങ്കോല, ആലപ്പടമ്പ, കരിവള്ളൂർ, പെരളം, ചീമേനി പഞ്ചായത്തുകളിൽ നടക്കുന്നത്. വർഷങ്ങളായി ഈ 3 പഞ്ചായത്തിൻ്റെയും ഭരണം നിർവഹിച്ചിരുന്നത് LDF തന്നെയാണ്. എന്നാൽ ഇക്കുറി UDF-ഉം BJP-യും മത്സര രംഗത്തുണ്ട്. കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റ് നേടിയ ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. കഴിഞ്ഞ വോട്ടെടുപ്പിന്റെ ചൂടും ചൂരും നിറഞ്ഞതുതന്നെയായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പും. തികഞ്ഞ ജാഗ്രതയോടെയായിരുന്നു വോട്ടെടുപ്പെന്ന പ്രത്യേകതയുണ്ടെന്ന് മാത്രം. നേരത്തെ തന്നെ അധികൃതർ ജാഗ്രത പുലർത്തിയിരുന്നു. സാനിറ്റൈസറും മറ്റും എല്ലാ ബൂത്തിലും ഉണ്ടായിരുന്നു. തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ തന്നെ എല്ലാവരും തീരുമാനിച്ചതിന്റെ ലക്ഷണങ്ങൾ ബൂത്തുകളിലെ ജനക്കൂട്ടത്തെ നോക്കിയാൽ കാണാമായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മലയോര മേഖലയുടെ പ്രധാന കവാടം എന്നറിയപ്പെടുന്ന എരമക്കുറ്റൂർ പഞ്ചായത്ത്, കാർഷിക മേഖലയായ കടന്നപ്പള്ളി, പാണപ്പുഴ പഞ്ചായത്ത്, അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ചെറുതാഴം പഞ്ചായത്ത്, ഏഴിമലയുടെ താഴ്വരയിലുള്ള കുഞ്ഞിമംഗലം പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ ജനങ്ങൾ സമ്മതിദാനം നിർവഹിക്കുന്നതിനായി പോളിംഗ് ബൂത്തുകളിൽ എത്തി തുടങ്ങി. രാവിലെ 7 മണിയോട് കൂടി തന്നെ വോട്ടിംഗ് ആരംഭിച്ചിരുന്നു. മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. എരമംകുറ്റൂർ പഞ്ചായത്തിൽ ആകെയുള്ള 17 വാർഡുകളിൽ 22,783 വോട്ടർമാരാണുള്ളത്. 34 ബൂത്തുകളാണ് പഞ്ചായത്തിലുള്ളത്. എരമംകുറ്റൂർ പഞ്ചായത്തിൽ ആകെയുള്ള 17 വാർഡുകളിൽ 22,783 വോട്ടർമാരാണുള്ളത്. 34 ബൂത്തുകളാണ് പഞ്ചായത്തിലുള്ളത്. 10,571 പുരുഷന്മാരും 12,212 സ്ത്രീകളുമാണ് പഞ്ചായത്തിലെ വോട്ടർമാർ. 44 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്.
മിക്കവാറും എല്ലാ വാർഡുകളിലും തന്നെ LDF, UDF നേരിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. ചില വാർഡുകളിൽ BJP സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ ആകെ 15 വാർഡുകളിലായി 18,003 വോട്ടർമാരാണുള്ളത്. 8,239 പുരുഷ വോട്ടർമാരും 9,764 സ്ത്രീ വോട്ടർമാരുമാണുള്ളത്. പഞ്ചായത്തിൽ 24 ബൂത്തുകളുണ്ട്. 40 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 17 വാർഡുകളുള്ള ചെറുതാഴം പഞ്ചായത്തിൽ 22,518 പേരാണ് ആകെ വോട്ടർമാരായുള്ളത്. ഇതിൽ 10,266 പുരുഷന്മാരും 12,258 സ്ത്രീകളുമാണ്. 32 ബൂത്തുകളാണ് പഞ്ചായത്തിലുള്ളത്. 43ഓളം സ്ഥാനാർത്ഥികളുമുണ്ട്. മിക്കവാറും എല്ലാ വാർഡുകളിലും കടുത്ത മത്സരമാണ് നടക്കുന്നത്. പുതുമുഖങ്ങളെയും യുവാക്കളെയും അണിനിരത്തിയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാൽ തങ്ങൾക്ക് സാധാരണ ഉള്ളതിൽ നിന്ന് പരമാവധി അധികം സീറ്റുകൾ നേടാനുള്ള ശ്രമത്തിലാണ് UDF. ചെറുതാഴം പഞ്ചായത്തിൽ തങ്ങളുടെ ശക്തി കാണിക്കാനുള്ള ശ്രമത്തിലാണ് BJPയും. കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ 14 വാർഡുകളിൽ 19 ബൂത്തുകളാണുള്ളത്. 37 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. 7,346 പുരുഷ വോട്ടർമാരും 9,044 സ്ത്രീ വോട്ടർമാരും ഉൾപ്പെടെ ആകെ 16,390 പേരാണ് വോട്ടർമാരായുള്ളത്. ഏതൊക്കെയായാലും 4 പഞ്ചായത്തുകളിലും 3 കക്ഷികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലും വിജയപ്രതീക്ഷയിലുമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വോട്ടെടുപ്പിന് മികച്ച പ്രതികരണം. കോവിഡ് ചുറ്റുമുള്ളപ്പോഴും അതീവ ജാഗ്രതയോടെയാണ് വോട്ടർമാർ ബൂത്തിലെത്തിയത്. രാവിലെ 9:30 ആയപ്പോഴേക്കും 20% വോട്ടുകൾ കരിവള്ളൂരിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് രൂപീകൃതമായതു മുതൽ ഇന്നോളം CPIM സ്ഥാനാർത്ഥികൾ വിജയിച്ചു പോന്ന പഞ്ചായത്താണ്. ഇത്തവണ 3 പേർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു. ഈ പഞ്ചായത്തിൽ ആകെ 14,967 വോട്ടർമാരാണുള്ളത്. അതിൽ 7,873 സ്ത്രീകളും 7,094 പുരുഷന്മാരുമാണ്. 14 വാർഡുകളുള്ള പഞ്ചായത്തിൽ 2 വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സര രംഗത്തുണ്ട്. UDF 10 വാർഡുകളിൽ മത്സരിക്കുമ്പോൾ 5 വാർഡുകളിൽ BJPയും ശക്തി പരീക്ഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. 2 ബ്ലോക്ക് ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും 3 മുന്നണികൾക്കും സ്ഥാനാർത്ഥികളുണ്ട്. കരിവള്ളൂർ പെരളം പഞ്ചായത്തിനും പറയാനുള്ളത് നാളിതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മാത്രം അധികാരത്തിലേറ്റിയ ചരിത്രമാണ്. 14 വാർഡുകളുള്ള ഈ പഞ്ചായത്തിൽ ആകെ 17,108 വോട്ടർമാരാണുള്ളത്. ഇതിൽ 7,823 പുരുഷന്മാരും 9,285 സ്ത്രീകളുമാണ്. 13 CPIM പ്രതിനിധികളും 1 CPI പ്രതിനിധിയുമാണ് ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിരയിലുണ്ടായിരുന്നത്. ഇത്തവണ LJDക്കും 1 സീറ്റ് നൽകിയിട്ടുണ്ട്. 13 വാർഡുകളിൽ കോൺഗ്രസും 1 വാർഡിൽ UDF പിന്തുണയുള്ള സ്വതന്ത്രയുമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം. 2 ബ്ലോക്ക് ഡിവിഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും UDF സ്ഥാനാർത്ഥികളുണ്ട്. BJP 9 വാർഡിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. 5 വാർഡുകളിൽ ഇവർക്ക് സ്ഥാനാർത്ഥികളില്ല. ബ്ലോക്ക് ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്നുണ്ട്. മേൽപ്പറഞ്ഞ 2 പഞ്ചായത്തുകളുടെയും ചരിത്രം തന്നെയായിരുന്നു കയ്യൂർ ചീമേനിക്കും അടുത്ത കാലം വരെ പറയുവാനുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ പഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു UDF സ്ഥാനാർത്ഥി ഭരണസമിതിയിലെത്തി പ്രതിപക്ഷ സ്ഥാനത്തിരുന്നു എന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒന്നായിരുന്നു. എന്നാൽ ഇത്തവണ ഇത് തിരിച്ചുപിടിക്കാൻ LDF അങ്ങേയറ്റം പരിശ്രമിക്കുമ്പോൾ അത് നിലനിർത്താൻ UDFും ശ്രമിക്കുന്നു. ഇതിനകം തന്നെ LDFിലെ ഒരു സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് 12ാം വാർഡിൽപ്പെട്ട ചള്ളുവക്കോട്ടെ 42ഓളം പേർ ഇത്തവണ വോട്ട് രേഖപ്പെടുത്താനില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ 162 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് LDF ജയിച്ചു കയറിയത്. 1 വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ UDF പിന്തുണയ്ക്കുന്നുണ്ട്. ഗെയിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സമാന മനസ്സുള്ളവർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലും ആരും അത്ഭുതപ്പെടാനില്ല. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഭാഗ്യപരീക്ഷണത്തിനായി രംഗത്തുണ്ട്. BJPക്ക് കയ്യൂർ ബ്ലോക്കിൽ സ്ഥാനാർത്ഥിയില്ല. 5 വാർഡുകളിൽ മാത്രമാണ് BJP മത്സരിക്കുന്നത്. 7 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payanur. പയ്യന്നൂർ റൂറൽ ബാങ്ക്
വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. ഓറ ഹോം സെന്റർ. ഓറ ഓരോ വീടും. Zia Gold and Diamonds, the purest bond. Opposite SBI Main Road, Trikkaripur. ഗ്ലാസ് പാലസ്, MM റോഡ്, പിലാത്തറ. അന്നും ഇന്നും എന്നും. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി.